VT മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നിക്ഷേപകർക്ക് സ്ഥിരതയാർന്ന മികച്ച ആദായം നൽകിക്കൊണ്ടിരിക്കുന്ന 4 പ്രമുഖ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ കുറിച്ചാണ്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും തങ്ങളുടെ ബെഞ്ച് മാർക്കിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഫണ്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വിശകലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പോയിന്റുകൾ ആദ്യം മനസ്സിലാക്കാം. കഴിഞ്ഞ 3, 5, 10 വർഷ കാലയളവിൽ 19% മുകളിൽ വാർഷിക വളർച്ച നിലനിർത്തിയ ഫണ്ടുകളാണ് എന്നതാണ് ആദ്യത്തെ സവിശേഷത. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് കൂടാതെ ടാക്സ് സേവിംഗ് ഫണ്ട് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ഓപ്ഷനുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ കേവലം ലാഭം മാത്രമല്ല, റിസ്ക് കുറഞ്ഞ രീതിയിൽ മികച്ച ലാഭം നൽകുന്ന ഷാർപ്പ് റേഷ്യോ, ബീറ്റ തുടങ്ങിയ ഘടകങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാത്തിനുമുപരി സാധാരണക്കാർക്കും നിക്ഷേപം തുടങ്ങാൻ സാധിക്കുന്ന കുറഞ്ഞ SIP തുകകളും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയുമുള്ള ഫണ്ടുകളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലിസ്റ്റിൽ ആദ്യം വരുന്നത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഇതൊരു ഡയറക്റ്റ് പ്ലാൻ ആണ്. ഈ ഫണ്ട് ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകുന്ന ഒന്നായി കാണപ്പെടുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ബെഞ്ച്മാർക്കായി സ്വീകരിച്ചിരിക്കുന്ന ഈ ഫണ്ടിന്റെ ആകെ ആസ്തി 2026 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് 67,642 കോടി രൂപയാണ്. 2026 ഏപ്രിലിലെ കണക്ക് പ്രകാരം 169.9 രൂപയാണ് ഇതിന്റെ NAV. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാന വശങ്ങൾ ഇതിന്റെ വളർച്ചാ നിരക്കാണ്. കഴിഞ്ഞ 3 വർഷത്തിൽ 19%, 5 വർഷത്തിൽ 21%, 10 വർഷത്തിൽ 21.03% എന്നിങ്ങനെ സ്ഥിരതയാർന്ന പ്രകടനമാണ് ഈ ഫണ്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. സാമ്പത്തിക സുരക്ഷയുടെയും റിസ്കിന്റെയും കാര്യത്തിൽ ഫണ്ടിന്റെ ബീറ്റ 0.87 ആണ്. ഇത് ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് ഫണ്ടിന് ചാഞ്ചാട്ടം കുറവാണെന്ന് സൂചിപ്പിക്കുന്നു. 0.67% എന്ന കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയും റിസ്കിന് ആനുപാതികമായി ലാഭം നൽകാനുള്ള ശേഷി സൂചിപ്പിക്കുന്ന 0.69 ഷാർപ്പ് റേഷ്യോയും ഇതിനുണ്ട്. നിക്ഷേപം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് 100 രൂപ മുതൽ SIP ആയോ അല്ലെങ്കിൽ ആദ്യ നിക്ഷേപമായി 5000 രൂപ നൽകി ലംസമായോ ഈ ഫണ്ടിൽ ചേരാവുന്നതാണ്. സ്മോൾ ക്യാപ് വിഭാഗത്തിൽ മികച്ച രീതിയിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഈ ഫണ്ട് ദീർഘകാലത്തേക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമാണ്. അടുത്തത് ക്വാണ്ട് ELSS ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ആണ്. ഈ ഫണ്ട് നികുതി ലാഭത്തോടൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച ആദായം നൽകുന്ന ഒന്നായി പരിഗണിക്കാം. നിഫ്റ്റി 500 ബെഞ്ച്മാർക്കായി പിന്തുടരുന്ന ഈ ഫണ്ടിന്റെ ആകെ കൈകാര്യം ചെയ്യുന്ന ആസ്തി 2026 കണക്ക് പ്രകാരം 12,080 കോടി രൂപയാണ്. 2026 ഏപ്രിൽ 1 കണക്കനുസരിച്ച് 384 രൂപയാണ് ഇതിന്റെ NAV. ഫണ്ടിന്റെ വളർച്ചാ നിരക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 15%, 5 വർഷത്തിനിടയിൽ 17.83%, 10 വർഷത്തിൽ ആകർഷകമായ 20.28% എന്നിങ്ങനെയാണ് നേട്ടം നൽകിയിരിക്കുന്നത്. റിസ്ക് ഘടകങ്ങൾ വിശകലനം ചെയ്താൽ ഇതിന്റെ ബീറ്റ 1.07 ആണ്. ഇത് ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് വിപണിയിലെ മാറ്റങ്ങൾ ഫണ്ടിൽ അല്പം കൂടുതൽ പ്രതിഫലിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.81%. കൂടാതെ റിസ്കിന് ആനുപാതികമായി ലാഭക്ഷമത അളകുന്ന ഷാർപ്പ് റേഷ്യോ 0.56ഉം അസ്ഥിരതയെ സൂചിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16.93 നിക്ഷേപകർക്ക് വെറും 100 രൂപ മുതൽ SIP വഴിയോ അല്ലെങ്കിൽ കുറഞ്ഞത് 5000 രൂപ നൽകി ആദ്യ നിക്ഷേപമായി ലംസമായോ ഫണ്ടിന്റെ ഭാഗമാകാം. ആദായ നികുതി നിയമത്തിലെ ATC പ്രകാരം നികുതി ഇളവ് ആഗ്രഹിക്കുന്നവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്ന ഒരു മികച്ച ഓപ്ഷനാണിത്. മൂന്നാമത്തേത് എഡൽവൈസ് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ആണ്. മിഡ് ക്യാപ് വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഫണ്ടാണിത്. നിഫ്റ്റി മിഡ് ക്യാപ് 150 ബെഞ്ച്മാർക്കായി സ്വീകരിച്ചിരിക്കുന്ന ഈ ഫണ്ടിന്റെ ആകെ ആസ്തി ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് 14,355 കോടി രൂപയാണ്. 2026 ഏപ്രിൽ 1 കണക്ക് പ്രകാരം 110 രൂപയാണ് ഇതിന്റെ NAV. ഫണ്ടിന്റെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ 3 വർഷത്തിൽ 24.06%, 5 വർഷത്തിൽ 20.35%, 10 വർഷത്തിൽ 19.3% എന്നിങ്ങനെ മികച്ച ലാഭമാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. നിക്ഷേപകർക്ക് ഏറെ ലാഭകരമായ രീതിയിൽ 0.49% എന്ന വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ആണ് ഈ ഫണ്ടിനുള്ളത്. റിസ്ക് വിശകലനം ചെയ്യുമ്പോൾ ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ 0.98 ആണ്. ഇത് റിസ്കിന് ആനുപാതികമായി മികച്ച ലാഭം നൽകാനുള്ള ഫണ്ടിന്റെ കഴിവിനെ കാണിക്കുന്നു. 0.95 ബീറ്റ നിരക്ക് സൂചിപ്പിക്കുന്നത് ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് ഫണ്ടിന് ചാഞ്ചാട്ടം കുറവാണ് എന്നാണ്. നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ തുകയായ 100 രൂപ മുതൽ SIP വഴിയോ ലംസമായോ ഈ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കാമെന്നത് വലിയൊരു പ്രത്യേകതയാണ്. നാലാമത്തേത് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ആണ്. മിഡ് ക്യാപ് വിഭാഗത്തിലെ ഏറ്റവും വലിയ വിശ്വസനീയവും വലുതുമായ ഫണ്ടുകളിലൊന്നാണിത്. നിഫ്റ്റി മിഡ് ക്യാപ് 150 ബെഞ്ച്മാർക്കായി പിന്തുടരുന്ന ഈ ഫണ്ടിന്റെ ആകെ ആസ്തി ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം 43,983 കോടി രൂപയാണ്. 2026 ഏപ്രിൽ 1 കണക്കനുസരിച്ച് 4,289 രൂപയാണ് ഇതിന്റെ NAV എന്ന് പറയുന്നത്. ഫണ്ടിന്റെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ 3 വർഷത്തിൽ 24.12%, 5 വർഷത്തിൽ 20.67%, 10 വർഷത്തിൽ 19.11% എന്നിങ്ങനെ മികച്ച ആദായം നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.78%.
റിസ്ക് ഘടകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ 0.96 ആണ്. ഇത് റിസ്കിന് ആനുപാതികമായി മികച്ച ലാഭം നൽകാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നുണ്ട്. 0.97 ബീറ്റ നിരക്ക് ബെഞ്ച്മാർക്കിന് ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ചാഞ്ചാട്ടമാണ് ഫണ്ട് പ്രകടിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. വെറും 100 രൂപ മുതൽ SIP വഴിയോ ഒറ്റത്തവണ നിക്ഷേപമായോ ഈ ഫണ്ടിൽ നിക്ഷേപം തുടങ്ങാമെന്നത് സാധാരണക്കാരായ നിക്ഷേപകർക്കും ഏറെ സൗകര്യപ്രദമാണ്. മിഡ് ക്യാപ് ഓഹരികളുടെ വളർച്ചാ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദീർഘകാല നിക്ഷേപകർക്ക് അനുയോജ്യമായൊരു തിരഞ്ഞെടുപ്പാണിത്.